ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓറഞ്ച് പീൽ കുക്കിംഗ് സെഷൻ. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ബീഫ് ആൻഡ് എഗ് കോമ്പിനേഷൻ ആണ്. ഒരു യൂറോപ്യൻ ഡിഷായ സ്കോച്ച് എഗ്. ഇതൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ ഒരു 4 മണി പലഹാരമായിട്ടും നമുക്ക് കഴിക്കാം. നമുക്കപ്പോൾ ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പം അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം മുട്ട അതിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പം അതായത് മുട്ടയുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാടില്ല. മുട്ടയുടെ പകുതിയോളാണ് വെള്ളം വേണ്ടത്. അതായത് കുറച്ച് ഹാഫ് ബോയിൽഡ് എഗ്ഗാണ് നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു 6 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യേണ്ട സമയം. 6 മിനിറ്റ് നമ്മൾ എഗ്ഗ് കുക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ബീഫിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിനുവേണ്ടി കുറച്ച് സബോള ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മുട്ട തൊണ്ട് കളഞ്ഞെടുക്കുക. ഇനി ഞാനിവിടെ ഗ്രൗണ്ടഡ് ബീഫാണ് എടുത്തിരിക്കുന്നത്. അതൊരു ചെറിയ 3 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ബീഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബീഫ് മിക്സിയിൽ അടിച്ചിട്ട് ഉപയോഗിക്കാം. ഇനി ഈ ഗ്രൗണ്ടഡ് ബീഫിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ് ഈ മുളക് പൊടി. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, സ്പ്രിംഗ് ഓണിയൻസും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമുക്ക് ഇതൊന്നുമില്ലാതെയും ഇതുണ്ടാക്കാം. അതായത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടും നമുക്ക് ഈ ബീഫ് തയ്യാറാക്കാം. ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗരം മസാല പൊടിയും കൂടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, അതായത് ഒരു ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊടികളെല്ലാം ചേർത്തിരിക്കുന്നത് ഇതിലേക്ക്. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. മുട്ടയെല്ലാം തൊണ്ട് പൊളിച്ചതിന് ശേഷം അതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുഴച്ചെടുക്കാം. അതായത് ഒട്ടും നമുക്ക് നനവ് പാടില്ല ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ടല്ലേ മുട്ടയിലെല്ലാം നനവും തുടച്ച് കളയാം. എന്നിട്ട് നമ്മൾ കയ്യിലേക്ക് കുറച്ച് ബീഫ് എടുക്കുക. അതിനുള്ളിലോട്ട് മുട്ടേനെ വെച്ച് ഈ ബീഫ് വെച്ച് മുട്ടേനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. സാധാരണ നമ്മളൊരു കോഴിക്കോട്ട ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ അത് പൊതിയാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈവിരലിൽ കുറച്ച് തണുത്ത വെള്ളം നനച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. ഈ ബീഫ് വെച്ച് മുട്ടേനെ പൊതിയുമ്പോൾ ഒരുപാട് കനം കുറച്ച് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ ഒരുപാട് കനത്തിലും ചെയ്യാം. പക്ഷെ കനത്തിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഒരു സേഫ് സൈഡ്. കാരണം അല്ലെങ്കിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കനത്തിലുണ്ടാവുന്നത് ആണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 5 മുട്ടയും ഈ ബീഫ് വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി സാധാരണ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇത് മുക്കി വെക്കണം. ഇവിടെ ഇത് രണ്ടും മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ അരിപ്പൊടിയും കൂടി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് അത് ബീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസ് എടുക്കുക. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ സാധാരണ ബ്രെഡിൻ്റെ സൈഡ് എടുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി. ഇപ്പം ആദ്യം ഇത് നമ്മൾക്ക് അരിപ്പൊടിയിൽ ഒന്ന് മുക്കി കൊടുക്കാം. അതിന് ശേഷം മുട്ടയിൽ മുക്കാം. അതിന് ശേഷം ബ്രെഡ് ക്രംസ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. ആദ്യം അരിപ്പൊടി, പിന്നെ മുട്ട, പിന്നെ ബ്രെഡ് ക്രംസ്. അപ്പം അതിന് ശേഷം വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ നമുക്ക് എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് പൊട്ടിയൊന്നും പോവില്ല. നമുക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ എണ്ണയിലിടും. പക്ഷേ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിനുശേഷം എണ്ണ ചൂടാകുമ്പോൾ ഇത് എല്ലാം ഇട്ട് ഒരു 5 മിനിറ്റെങ്കിലും എണ്ണയിൽ ഇത് കിടന്ന് വേവണം. എന്നാലാണ് അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ കറക്റ്റ് വേവ് വരുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് കനത്തിലാണ് ബീഫ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വേവണമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും അത് എണ്ണയിലൊന്ന് കിടക്കണം. അങ്ങനെ നമ്മുടെ സ്കോച്ച് എഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ സഹായത്തോടെ നമുക്കിതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞ് ഒരു ബാർബിക്യൂ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൂടെയോ അതോ അല്ലെങ്കിൽ
ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത അടിപൊളി റെസിപ്പിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.